നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോവള്ളൂർ. ഇന്നത്തെ വീഡിയോ അതായത് 9/7/2026 വ്യാഴാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില നോക്കുമ്പോൾ ഒരു ഗ്രാമിൻ്റെ മുകളിൽ 120 രൂപ, ഒരു പവൻ്റെ മുകളിൽ 920 രൂപ 60 രൂപയാണ് കൂടിയത്. ഇറാനും യുഎസും തമ്മിൽ വീണ്ടും യുദ്ധം തുടങ്ങിയും എണ്ണവിലയും ഡോളറും കുതിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. സ്വർണത്തിന് അനുകൂലവും ഡോളറിന് പ്രതികൂലവുമായ സംഭവങ്ങളുണ്ടായതോടെ സ്വർണ്ണവില വീണ്ടും ഒരു പവന് മുകളിൽ 960 രൂപയാണ് കൂടിയത്. ഇന്നത്തെ സ്വർണ്ണവില വിശദമായി നോക്കുമ്പോൾ 22 ക്യാരറ്റ് 13,240, ഒരു പവന് 1,05,920. 24 ക്യാരറ്റ് നോക്കുമ്പോൾ 1 ഗ്രാം 14,444, ഒരു പവന് 1,15,552. അതുപോലെ 18 ക്യാരറ്റ് 10,833, ഒരു പവൻ 86,664. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. വൈകിട്ടത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 274, RSS 5 കിലോ 270, ISN 20 233, ലാറ്റക്സ് 60% യാർഡ്സിൽ 177 രൂപ 55 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 274, RSS 5 കിലോ 270. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 266, RSS 5 കിലോ 261 രൂപ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 287 രൂപ 90 പൈസ, RSS 2 286 രൂപ 19 പൈസ, RSS 3 284 രൂപ 62 പൈസ, RSS 4 283 രൂപ 76 പൈസ, RSS 5 283 രൂപ 34 പൈസ. ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില. രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റബ്ബർ വിലയിൽ കുതിപ്പാണ്. 1 രൂപയാണ് RSS 4ഉം 5ഉം കൂടിയിരുന്നത്. ആഗോള വിപണിയിലെ ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്നാണ് RSS 4ന് 274 രൂപ എത്തിയത്. ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപ്പാദനക്കുറവും ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവുമാണ് ഈ കുതിപ്പിന് പ്രധാന കാരണം. എന്തായാലും ഏത്തക്ക കൃഷിക്കാർക്ക് നല്ല വിളവ് കിട്ടി ഈ വർഷം. മടിക്കൈ മഴ കുറഞ്ഞ കാലാവസ്ഥ അനുകൂലമായതോടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഒരാഴ്ചയിലധികമായി വില കൂടുകയാണ്. തുടക്കത്തിൽ കിലോയ്ക്ക് ഇപ്പോൾ പച്ചക്കായ്ക്ക് വിപണികളിലൊക്കെ വാങ്ങിക്കണമെങ്കിൽ 70 മുതൽ 75 രൂപയാണ്. അത് പഴമായിട്ട് വാങ്ങിക്കുമ്പോൾ 90 മുതൽ കൊടുക്കേണ്ടി വരും. ഒരു മാസമായി നല്ല വില ലഭിക്കുന്നുണ്ട്. മഴ കനത്തതോടെ നേന്ത്രക്കായകൾ വണ്ണം കുറഞ്ഞു. ഇതോടെ വിലയിലും കുറവ് അനുഭവപ്പെട്ടു. കഴിഞ്ഞ വാരത്തിൽ കർഷകർക്ക് നല്ല വിലയാണ് കിട്ടിയത്. കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടട്ടെ, ഒപ്പം അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.